RRR രാജമൗലിയുടെയോ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയുടെയോ RR അല്ല, കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ RRR. രാജ്ബി ഷെട്ടി, രക്ഷിത് ഷെട്ടി, ഋഷഭ് ഷെട്ടി, ദ ഷെട്ടി ഗ്യാങ്. ഈ ഷെട്ടി ബ്രദേഴ്സ് അല്ലെങ്കിൽ ഷെട്ടി ഗ്യാങ് എന്നൊക്കെ പറയുമ്പോൾ സിനിമാ പ്രേമികളല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ വല്ല ബിസിനസ് ഗ്രൂപ്പോ സിൻഡിക്കേറ്റോ രാഷ്ട്രീയ നേതാക്കളോ ആണെന്ന് തെറ്റിദ്ധരിക്കാമെങ്കിലും സിനിമ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഷെട്ടി ഗ്യാങ് എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രികളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഇൻഡസ്ട്രികളായിരുന്നു തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയും. മലയാളം ഫിലിം ഇൻഡസ്ട്രിയെക്കാട്ടിലും താഴെ വളരെ പ്രാദേശികമായി മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇൻഡസ്ട്രി ആയിരുന്നു കർണാടക ഫിലിം ഇൻഡസ്ട്രി. എന്നാൽ ഇന്ന് കാന്താര, KGF പോലുള്ള സിനിമകളിലൂടെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത 1000 കോടി അവർ ഇനി നേടാൻ പോകുന്നു. അതിൽ ഋഷഭ് ഷെട്ടിയുടെയും മറ്റ് ഷെട്ടി ബ്രദേഴ്സിന്റെയും ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. രക്ഷിത് ഷെട്ടിയാണ് ആദ്യം സിനിമയിലെത്തുന്നത്. 2010 നം ഏരിയയിൽ ഒന്തു ദിന എന്ന സിനിമയിലൂടെയാണ് രക്ഷിത് ഷെട്ടി സിനിമയിൽ അരങ്ങേറുന്നത്. ഋഷഭ് ഷെട്ടി സിനിമയിൽ വരുന്നതിന് മുൻപ് പ്രശാന്ത് ഷെട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. പലവിധ ജോലികൾ ചെയ്ത് സിനിമയോടുള്ള ആഗ്രഹം മൂലം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിലെത്തിയ ഋഷഭ് ഷെട്ടി രക്ഷിത് ഷെട്ടി തന്നെ പ്രധാന നായക കഥാപാത്രമായ തുഗ്ലക് എന്ന സിനിമയിലൂടെയാണ് 2018 ആക്ടിങ്ങിലോട്ട് എത്തുന്നത്. തുഗ്ലക്കിൽ ഒരു ചെറിയ വേഷമായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കെയാണ് ഋഷഭ് ഷെട്ടിയും രക്ഷിത് ഷെട്ടിയും പരസ്പരം കണ്ടുമുട്ടുന്നതും പരിചയത്തിലാവുന്നതും. 2013 റിലീസായ സിമ്പിൾ അഗെ ഒന്ന് ലവ് സ്റ്റോറി എന്ന റൊമാൻറ്റിക് കോമഡി സിനിമയിലൂടെയാണ് രക്ഷിത് ഷെട്ടിക്ക് തന്റെ കരിയറിലെ ഒരു ബ്രേക്ക് ത്രൂ ലഭിക്കുന്നത്. അതിനുശേഷം 2014 രക്ഷിത് ഷെട്ടി കന്നഡത്തിലെ ആദ്യത്തെ മുഴുനീള സിങ്ക് സൗണ്ട് ടെക്നോളജി യൂസ് ചെയ്ത സിനിമയായ ഉളിതവരു കണ്ടന്തെ എഴുതി സംവിധാനം ചെയ്തു. അതിൽ ഋഷഭ് ഷെട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ചെയ്തത്. 2016 ഋഷഭ് ഷെട്ടി ആദ്യമായിട്ട് ഡയറക്ഷനിലോട്ട് വരുന്നത്. രക്ഷിത് ഷെട്ടിയെ നായകനാക്കി റിക്കി എന്ന് പറയുന്ന സിനിമയാണ് ഋഷഭ് ആദ്യം സംവിധാനം ചെയ്തത്. അതൊരു ആവറേജ് റെസ്പോൺസ് മാത്രമായിരുന്നു തിയേറ്ററിൽ ഉണ്ടാക്കിയത്. എന്നാൽ അതേ വർഷം തന്നെ ഋഷഭ് ഷെട്ടി ഡയറക്റ്റ് ചെയ്ത് രക്ഷിത് ഷെട്ടി നായകനായ കിർക്ക് പാർട്ടി ഇൻഡസ്ട്രി ഹിറ്റാവുകയും മികച്ച തിയേറ്റർ റെസ്പോൺസ് കിട്ടുകയും ചെയ്തു. കിർക്ക് പാർട്ടിയുടെ സ്ക്രിപ്റ്റ് എഴുതി പ്രൊഡ്യൂസ് ചെയ്തതും രക്ഷിത് ഷെട്ടി തന്നെയായിരുന്നു. 2017 രാജ്ബി ഷെട്ടി കടന്നു വരുന്നത്. ഒരു RJ ഷോർട്ട് ഫിലിം മേക്കറുമായിട്ടുള്ള രാജ്ബി ഷെട്ടി സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒന്നു മൊട്ടയ കഥ വളരെ വലിയ സക്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2021 അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത ഋഷഭ് ഷെട്ടിയുടെ കൂടെ പ്രധാന വേഷം ചെയ്തിട്ടുള്ള ഗരുഡഗമന വൃഷഭവാഹന കന്നഡയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗാങ്സ്റ്റർ മൂവികളിൽ ഒന്നായിട്ട് മാറി. മാത്രമല്ല ഷെട്ടി ഗാങ്ങിനെ കൂടുതൽ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ഒരു വൈഡ് സ്പ്രെഡ് റെക്കഗ്നൈസേഷൻ കൊടുക്കാനും ഗരുഡഗമന വൃഷഭവാഹനയ്ക്ക് സാധിച്ചു. 2022 ഇറങ്ങിയ 777 ചാർലിയിൽ രക്ഷിത് ഷെട്ടിയും രാജ്ബി ഷെട്ടിയും ഒരുമിച്ച് അഭിനയിക്കുകയും ആ സിനിമ കന്നഡയ്ക്ക് പുറമെ പാൻ ഇന്ത്യൻ ലെവലിൽ അപ്രിസിയേഷൻ കിട്ടുകയും ഒരുപാട് റീച്ച് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. 2023 രക്ഷിത് ഷെട്ടി നായകനായിട്ട് അഭിനയിച്ച സപ്തസാഗര ദാച്ചെ യെല്ലോ എന്ന് പറയുന്ന സിനിമ 2 പാർട്ടായിട്ട് സൈഡ് എയും B എന്നുള്ള പേരിലാണ് റിലീസായിട്ടുള്ളത്. അതിനുശേഷം ഋഷഭ് ഷെട്ടി ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്ക് യാതൊരു തരത്തിലുള്ള ഇൻട്രൊഡക്ഷന്റെയും ആവശ്യമില്ല. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയെയും ഋഷഭ് ഷെട്ടിയെയും ഇന്ത്യ മൊത്തം അറിയിച്ച കാന്താര, ഹോംബാലയുമായിട്ട് ചേർന്ന് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ കാന്താര വളരെ വലിയ ഒരു വിജയമാണ് ഉണ്ടാക്കിയത്. അതിന്റെ തുടർച്ചയായി കാന്താര ചാപ്റ്റർ 1 ഇന്ന് ഇന്ത്യ മൊത്തം വളരെ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്നു. കർണാടക ഫിലിം ഇൻഡസ്ട്രിയിലെ അടുത്ത 1000 കോടിയിലോട്ട് അടുക്കുകയും ചെയ്യുന്നു. കൂലി സിനിമയിലെ കലീഷയായിട്ട് വന്ന ഉപേന്ദ്ര കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഡയറക്ടറാണ്. ജയിലർ സിനിമയിൽ രജനീകാന്തിന്റെയും നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ കൂടെ ക്യാമിയോയിൽ വന്ന ശിവരാജ് കുമാറും കർണാടക ഫിലിം ഇൻഡസ്ട്രിയിലെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ ബ്രദറായ പുനീത് രാജ്കുമാറും KGFിലൂടെ പ്രശാന്ത് നീലും റോക്കി ബായ് എന്ന ഒറ്റ പേരിലൂടെ യശും എല്ലാം കന്നഡ ഇൻഡസ്ട്രിക്ക് അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതൊന്നും വിസ്മരിക്കാതെ തന്നെ ഷെട്ടി ഗ്യാങ്ങിന്റെ ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയിൽ ഊന്നിക്കൊണ്ടുള്ള സിനിമകൾ കർണാടക ഫിലിം ഇൻഡസ്ട്രിക്ക് മറ്റൊരു ഡയമെൻഷൻ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം.